CPIM നേതാക്കളായ AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ അനിൽ അക്കരയ്ക്കെതിരെ വിജിലൻസ് നോട്ടീസ് അയച്ചു. ഈ മാസം 13-ന് എറണാകുളത്തെ വിജിലൻസ് ഓഫീസിൽ ഹാജരായി മൊഴി നൽകാനാണ് നിർദ്ദേശം. DYFI മുൻ ജില്ലാ സെക്രട്ടറി ശരത്തിന്റെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് അനിൽ അക്കര വിജിലൻസിന് പരാതി നൽകിയത്. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി. സൂരജ്, എന്താണ് ഈ നടപടി? അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശരത് പ്രസാദിന്റെ ഒരു ഓഡിയോ സന്ദേശം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വന്നത്. ശരത്തും അതോടൊപ്പം തന്നെ ഈ അന്നത്തെ ഡിവൈഎഫ്ഐയുടെ SFIയുടെ ഒക്കെ ഭാരവാഹിയായിരുന്ന ആളുമായി സംസാരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമായിരുന്നു. അതിൽ മുൻ മന്ത്രിയായിട്ടുള്ള AC മൊയ്തീനെതിരെയും അതോടൊപ്പം തന്നെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ MK കണ്ണനെതിരെയും ഈ സ്വത്ത് സമ്പാദനവും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക സ്രോതസ് അടക്കം പറയുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് AICC അംഗമായിട്ടുള്ള അനിലക്കര വിജിലൻസിന് ഒരു പരാതി നൽകിയത്. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ അനിലക്കരയുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മാസം 13-ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് അനിലക്കരയ്ക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.